അയ്യോ ഓക്കെ അല്ലേ കാണാവോ? ആ എന്നിട്ട് സുഖല്ലേ? കൊറേ ദിവസമല്ലേ സംസാരിച്ചിട്ട്? ഇതാ നിന്റെ ചങ്ങായി ഉണ്ട്, നിന്റെ ഉറ്റ സുഹൃത്ത്. ഇവനെന്താ നിന്റെ അല്ല ഇവൻ നിന്നോടുള്ള പ്രണയം തുറന്നു പറഞ്ഞോ? അതറിയില്ലേ? മുനോട് പ്രണയം. പിന്നെ നീ എവിടെയുള്ള? ഇതെവിടെ? സ്ഥലം എവിടെ? ബാംഗ്ലൂർ. എല്ലാം അറിയാം. ബാനു ഹായ്. ഫുഡ് കഴിച്ചോ ബാനു? ഫുഡ് കഴിച്ച്. ഹായ് ബാനു. ഇവിടെ ഒന്നുമില്ല, ഇതാ നമ്മള് ലൈവ് സ്ട്രീമിങ് ഇവിടെ ഇങ്ങനെ വെറുതെ ലൈവ് ചെയ്യുന്നു. ഞാൻ യൂട്യൂബിൽ നിന്ന് മാറി പുതിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് പോയി. റൂട്ടർ. ഓ അറിയുന്നുണ്ടല്ലോ. അപ്പൊ എല്ലാ ദിവസവും ലൈവ് ആണോ? മറ്റടുത്ത വർത്താനം പറയരുത്. ഒരു മിനിറ്റ് ബാനു, മറ്റടുത്ത വർത്താനം പറയരുത്. എന്റെ ദേഷ്യം പിടിക്കുക. ഞാൻ കാര്യം പറയാലോ. റെസ്പെക്ട് ബ്രോ. ബായ് വിട്ടോ, ഒന്നും പറയാണ്ടെന്നാലും കുഴപ്പമില്ല. ആ പറ ബാനു. എന്നിട്ട് ബാംഗ്ലൂർ എന്താ പരിപാടി? റിസൈൻ അടിക്കാനോ? എന്താ റിസൈന്? അതെന്താ റിസൈൻ ചെയ്യാൻ കാരണം? ആണോ? ഓ മുന്നുവിൻ്റെ ഓക്കെ ഓക്കെ പറയണ്ട 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 പറയണ്ട. മനസ്സിലായി 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 മനസ്സിലായി. പറയണ്ട 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 പറയണ്ട. ഫുഡ് കഴിച്ചാ? ബാനു ഒരു സെക്കൻഡ്, ഞാൻ ഒന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ട്. മുന്നേ താഴെ വീട്ടിലെ വർത്താനം പറയണ്ടാ പുണ്ണങ്ങളെ. ഞാൻ കാര്യം പറയാലേ, ഒരുമാതിരി എന്തെല്ലാടാ പറയുന്നത്? എന്തിന്റെ പ്രശ്നം? അങ്ങനെ ഒരു പെണ്ണിനെ കുറിച്ച് അങ്ങനെ പറയുന്നത് നിങ്ങള്? നിന്റെ വീട്ടിലുള്ള ആൾക്കാരെ കുറിച്ച് ഇങ്ങനെ ആരെയും പറയുന്ന ആലോചിച്ച് നോക്കിയേ. അല്ല ഞാൻ നിങ്ങൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. അങ്ങനെയല്ല, ഇമാജിൻ ചെയ്ത് നോക്ക്. നമ്മളെ വീട്ടിലുള്ള ആരെങ്കിലും കുറിച്ച്, ഇപ്പം എൻ്റെ വീട്ടിലുള്ള ആരെങ്കിലും കുറിച്ച് ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ എൻ്റെ ഫീലിംഗ് എന്തായിരിക്കും എനിക്കറിയാം. മനസ്സിലാവും? അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് നോക്ക്. നിങ്ങളുടെ വീട്ടിലുള്ള കുറിച്ച് ആരെങ്കിലും ഇങ്ങനെ പറയുന്നത്, റാൻഡമായിട്ട് കാണുന്ന ആൾക്കാരെ കുറിച്ച് ഇങ്ങനെ പറയാം. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ അങ്ങനെ സിറ്റുവേഷൻ കണക്കായിട്ട് ആൾക്കാർ അങ്ങനെ പറയാം.